നമസ്കാരം. പട്ടാമ്പിക്കാറ്റിൻ്റെ മറ്റൊരു ചെറിയൊരു വീഡിയോ ആണ്. അതായത് നിങ്ങൾക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരണം. അതായത് നമ്മളിപ്പോൾ യാത്ര പുറപ്പെട്ടിട്ട് പല വഴിക്ക് പോകുമ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ നമ്മൾ കരുതിയിട്ട് പോകില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വന്നിട്ട് നാലമ്പല യാത്രയിലാണ്. ഒരു നാലമ്പല യാത്രയിൽ നമ്മൾ തൃപ്രയാർ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഭക്ഷണം കഴിക്കാൻ, അതായത് നമ്മൾ വണ്ടിയിൽ നമ്മൾ കൊണ്ടുവരുന്ന ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ വഴിയരികിൽ കൈ പിടിച്ചിരുന്ന് കഴിക്കുകയൊക്കെ ഉണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, ടോയ്ലറ്റ് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും കൂടുതൽ ആളുകൾ വരുമ്പോൾ വഴിയരികിലൊക്കെ നിന്ന് കഴിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് പറ്റിയൊരു ബെസ്റ്റ് സ്ഥലമുണ്ട്. അതായത് തൃപ്രയാർ അമ്പലത്തിലേക്ക് നമ്മൾ ഈ ഒരു ട്രിപ്പിലല്ലാണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു കുറച്ച് പേരായിട്ട് വരികയാണെന്ന് വെച്ചാൽ പോലും നല്ല രീതിയിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാനും ടോയ്ലറ്റ് പോകാനും അതുമാതിരി ക്ഷേത്രത്തിൻ്റെ സൗകര്യത്തിലൊക്കെ ഒരു നല്ലൊരു ആംബിയൻസുള്ള സ്ഥലം ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിപ്പോൾ ഉള്ളൊരു സ്ഥലം എവിടെയെന്നറിയോ? നമ്മളെ തൃപ്രയാർ അമ്പലം കഴിഞ്ഞിട്ട് നമ്മൾ കൂടൽമണിക്ക് ഇരിങ്ങാലക്കുട ആ റൂട്ടിലേക്ക് പോകുമ്പോൾ 3 പീടികൾക്ക് പോണ ഹൈവേക്ക് പോണ ആ വഴിയിൽ 4 കിലോമീറ്റർ കഴിഞ്ഞെന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ ഒരു ആൽമരും അതിൻ്റെ അടിയിൽ ചെറിയൊരു അമ്പലത്തിൻ്റെ ഒരു ആംബിയൻസ് സ്ഥലമാണ്. ഇതൊരു ശ്രീനാരായണ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൻ്റെ അവിടെ ഉള്ളിലേക്ക് വണ്ടി കയറ്റി നിർത്തിയിട്ട് ഇതിൻ്റെ ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കും. അതായത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും അതുമാതിരി ഇത്രയും തോന വെള്ളം ചിലവാക്കിയിട്ടൊക്കെ ഭക്ഷണം ആൾക്കാർ ടോയ്ലറ്റ് പോകുന്നതൊക്കെ ആണല്ലോ. അപ്പോൾ അതിന് ചെറിയൊരു ഫീ കൊടുത്താൽ പോലും നല്ല അടിപൊളിയായിട്ട് മഴ അണിച്ചാലും വെയിലണിച്ചാലും സുഖമായിട്ട് നമ്മൾ കൂടെ വരുന്ന ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് നിലവിൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ 3 പീടിക എത്തുന്നതിന് മുന്നെയാണ് ഈ സ്പോട്ട്. അതായത് നമ്മൾ തൃപ്രയാർ ദർശനം കഴിഞ്ഞതിന് ശേഷം നാലമ്പലം അതുപോലെ കൊടുങ്ങല്ലൂർ ഭരണി അതുപോലെ കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ നമ്മൾ തൃപ്രയാർ അമ്പലം കഴിഞ്ഞതിന് ശേഷം ഒരു 4 കിലോമീറ്ററോട് കഴിഞ്ഞിട്ട് ഒരു ഏടമുട്ടം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഏടമുട്ടം ആ സ്പോട്ടിലാണ് ഈ സ്ഥലം ഉള്ളത്. ശ്രീനാരായണ സുദർശന സമാജം നടത്തുന്ന ശ്രീഭദ്രശാല സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിൽ ഇത്രയും സ്പോട്ടിൽ ഇത്ര ഏരിയയിൽ വാഹനങ്ങൾ നിർത്താനും അതുപോലെ അവിടുത്തെ വലിയൊരു കല്യാണ മണ്ഡപം, ഒരു വലിയൊരു ഹാളുണ്ട്. ആ ഹാളിലാണ് ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് ക്ഷേത്ര ഭാരവാഹികൾ ആളുകളെ വളരെയധികം നല്ല രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ പെരുമാറ്റം കാര്യങ്ങളെല്ലാം. അത് എടുത്തു പറയണുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് കാണിക്കുന്നത് പോലും. അല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടിക്ക് നിൽക്കില്ലല്ലോ. ഇവിടെ ഒരു ചെറിയൊരു ഫീ മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ 49 സീറ്റ് ഒരു ബസ്സും അതുപോലെ 26 സീറ്റായിട്ട് ഇത്ര പേര്, അതൊരു 75 പേർക്ക് അവർ മേടിച്ചിരിക്കുന്നത് 450 രൂപയുടെ അടുത്ത് മേടിക്കുന്നുണ്ട്. ഈ 450 രൂപ കൊടുത്തുകൊണ്ട് നമുക്കൊരു വലിയൊരു കുറവായിട്ട് തോന്നില്ല. കാരണം അത്രയും പേരുടെ ടോയ്ലറ്റ് പോക്ക്, അതുപോലെ അവർ ഭക്ഷണം കഴിച്ച വെള്ളം, അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള വെള്ളം, അതുപോലെ പാത്രങ്ങൾ കഴുകാനുള്ള വെള്ളം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന ഇറങ്ങുകൊണ്ട് നമുക്ക് ആ പൈസ കൊടുക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. ഈ കാണുന്ന കല്യാണ മണ്ഡപത്തിൻ്റെ ഈ ഹാളിലാണ് ഈ സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് ഇവിടുത്തെ ഭാരവാഹികൾ നമ്മളതിനെ ക്ഷണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കൂട്ടത്തിലുള്ള പലരും ചിലപ്പോൾ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരിക്കാം, ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അറിയാത്ത സുഹൃത്തുക്കൾക്കായിട്ടാണ് ഞാനിപ്പോൾ നമ്മളുടെ ഈ സൗകര്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരേ സമയത്ത് നമുക്കൊരു 3